മൈ ഡിയേഴ്സ്, ശ്രുതി ടീച്ചറാണ്. ഹാപ്പി അല്ലേ മക്കളെ? പരീക്ഷയാണല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചതാണേ. പാരൻസിലെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച ഒരു കാര്യമാണ്. ടീച്ചറെ, ചില കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് മക്കൾക്ക് പകുതിയിൽ വെച്ച് സ്റ്റോപ്പായി പോകുന്നു. കുറച്ച് എഴുതിയിട്ട് പിന്നെ എന്താ എഴുതേണ്ടെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനത്തെ ഒന്നാണ്, ഒരു ചോദ്യമാണ് പത്രവാർത്ത എന്ന് പറയുന്നത്. അത്തരം ഒരു ചോദ്യമാണ് പത്രവാർത്ത എന്ന് പറയുന്നത്. പത്രവാർത്ത എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ ടീച്ചർ മുന്നേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലും പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ഒരു പത്രവാർത്താ ചോദ്യം ഇന്നൊന്ന് പഠിപ്പിച്ചു തരാം. സെറ്റല്ലേ? ഓൾ സെറ്റ് അല്ലേ? അപ്പൊ പരീക്ഷയും എത്തി, നോ വറി. നമുക്ക് എന്തുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? സെറ്റല്ലേ? അപ്പോൾ പറഞ്ഞു തരുന്നത് ഞങ്ങൾ ആ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഒട്ടും പേടി വേണ്ട. സോ നമുക്കൊന്ന് എന്തെഴുതി നോക്കാം? പത്രവാർത്ത ഒന്ന് എഴുതി നോക്കാം അല്ലേ? പത്രവാർത്ത ഒന്ന് എഴുതി നോക്കാം. പത്രവാർത്ത എങ്ങനെ എഴുതുക നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒരു പേടി അല്ലെ? അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം എന്ന് പറയുന്ന പാഠത്തില് ഒരു വാർത്ത എഴുതാനുണ്ട്. എന്തിനെ പറ്റിയായിരിക്കും? സമ്മേളനം നടന്നതിനെ പറ്റി. ആരാണ് പ്രസംഗിച്ചത്? കാന്താരി മുളക്. ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത്? ആരായിരുന്നു? പഴോ പച്ചക്കറിയോ ആരെങ്കിലും ഒരാളായിരിക്കും അല്ലേ? ആരായിരുന്നു? തണ്ണിമത്തനായിരുന്നു. വത്തക്ക അല്ലേ? തണ്ണിമത്തനായിരുന്നു. പിന്നെ മത്തങ്ങച്ചേട്ടനായിരുന്നു എന്ത്, ഇതിന്റെ അധ്യക്ഷൻ. അല്ല, നമ്മളെ എന്തായിരുന്നു ഈ ഒരു പരിപാടിയുടെ നടത്തിപ്പുകാരല്ലേ? തങ്കച്ചേട്ടനാണ് ആർക്ക് കത്തയക്കുന്നത്? നമ്മുടെ കാന്താരിക്കുട്ടിക്ക്. അപ്പോൾ നമുക്ക് പത്രവാർത്ത എഴുതുമ്പോൾ ആദ്യം വേണ്ടത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആകർഷകമായിട്ടുള്ള ഒരു തലക്കെട്ടാണേ. അതെന്തിനാ? ആളുകൾ വായിക്കണമെങ്കിൽ നല്ല അടിപൊളി തലക്കെട്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇതിന് ഒരു വാർത്തയ്ക്ക് ഒരു ഇത് കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്: അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിൽ കാന്താരി മുളക് പ്രസംഗിച്ചത് നിങ്ങൾ വായിച്ചല്ലോ അല്ലെ? നമ്മൾ വായിച്ചല്ലോ. പിറ്റേന്ന് ഇത് വാർത്തയായി പത്രത്തിൽ വന്നാൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. അപ്പൊ ആദ്യം എന്ത് വേണം? സ്ഥലം വേണം അല്ലേ? അപ്പൊ ആദ്യം സ്ഥലം വേണം. അതിന് മുൻപായിട്ട് നല്ലൊരു ടൈറ്റിൽ നമ്മൾ കണ്ടെത്തണം. എന്താ ടൈറ്റിൽ കൊടുക്കുക? എന്താണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക? യെസ്, കളറായി. ടീച്ചർ കൊടുത്തത് കളറായി പഴം പച്ചക്കറി സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താ? വെറും പഴം പച്ചക്കറി സമ്മേളനം എന്ന് കൊടുത്താൽ ആരും അത്ര ശ്രദ്ധിക്കില്ല. അപ്പോൾ എന്തോ സംഭവം കളറായി പഴം പച്ചക്കറി സമ്മേളനം. അപ്പോൾ അടിപൊളി കളർഫുൾ ആയി എന്നുള്ള രീതിയിൽ കൊടുക്കുക അല്ലേ? പിന്നെ ഇവിടെ സ്ഥലം എഴുതണം. എങ്ങനെയാ സ്ഥലം? ആലുംമൂട് അല്ലേ? ആലുംമൂട് പച്ചക്കറി ചന്തയിൽ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടന്നു. പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ എരിവും വീര്യവുമുള്ള കാന്താരിക്കുട്ടി തീപ്പൊരി പ്രസംഗം നടത്തി അല്ലേ? ആദ്യം നമ്മൾ എഴുതുന്നു എവിടെയാണ് എന്ന്. ആലുംമൂട് പച്ചക്കറി ചന്തയിൽ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടന്നു എഴുതിയേ. പിന്നെയോ, പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ പച്ചക്കുപ്പായക്കാരൻ, അത് നമ്മളെ പാഠത്തിൽ പറയുന്നുണ്ട് തണ്ണിമത്തനെ പറ്റി. പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ എരിവും വീര്യവുമുള്ള കാന്താരിക്കുട്ടി തീപ്പൊരി പ്രസംഗം നടത്തി. തീപ്പൊരി പ്രസംഗമാണ് ആരുടെ? നമ്മുടെ കാന്താരിക്കുട്ടിയുടേത്. മറ്റുള്ളവർക്കായി ജീവിതം അല്ലേ ഉഴിഞ്ഞുവെച്ച എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം അല്ലേ? വലിയ ത്യാഗം. അല്ലെങ്കിൽ ഇവിടെ എന്ത് എഴുതാം? മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്ന ത്യാഗം ത്യാഗം ഏറ്റവും വലുതാണെന്നും അതിൽ ആരും വിഷമിക്കേണ്ടെന്നും കാന്താരി പഴങ്ങളെയും പച്ചക്കറികളെയും ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആലുംമൂട് പഴം പച്ചക്കറി ചന്തയില് എന്താ എഴുതുന്നത്? ആലംമൂട് പച്ചക്കറി ചന്ത ശനിയാഴ്ചയാണ് നടന്നതില്ലേ? പുളകമണിഞ്ഞു. അഖില ലോക പച്ചക്കറി സമ്മേളനത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു? മത്തങ്ങ അല്ലേ? അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിന്റെ സെക്രട്ടറി മത്തങ്ങ ചടങ്ങിൽ നിറസാന്നിധ്യമായി. ഇത് ഒരു വാർത്തയായില്ലേ? ഇതിൽ എല്ലാ കാര്യങ്ങളും ഇല്ലേ? എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ?
പരിപാടിയെ പറ്റി ഒരു വിവരം ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാർത്ത എഴുതുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ 4ാം ക്ലാസ്സിൽ ഉണ്ടായതുപോലെ ഒരു പൃഥ്വി ബാച്ച് 5ാം ക്ലാസ്സിലുണ്ട് അല്ലെ. വളരെ കുറഞ്ഞ പൈസയാണ് ഒരു വർഷത്തേക്ക്. നിങ്ങൾ ഒരു ഓൺലൈൻ ക്ലാസ്സിന് റെഡി ആണെങ്കിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരം ഉണ്ടാവും കേട്ടോ. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കീം ഇതിൽ സെലക്ട് ചെയ്യാം. അതായത് ഒരു ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്. ബേസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ അല്ലേ, ഇതൊക്കെയുള്ള ഒരു ബാച്ചാണ്. ഇനി ഈ ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ബാച്ചിൽ കുറച്ച് പൈസ അധികമേ ഉള്ളൂ അല്ലേ. ഒരു 1000 രൂപയോളം, 1000 കുറച്ച് കൂടുതൽ മാത്രം. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ, ലൈവ് ക്ലാസ് മിസ്സായാൽ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് വേണ്ട, എനിക്ക് ഇതൊന്നും ഇല്ലാത്ത, ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത വീഡിയോ ക്ലാസ് മാത്രമാണ് കാണേണ്ടത്, പിന്നെ ചില പാഠത്തിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് കാണേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പേൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അതാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് ഒരു പേൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു ക്ലാസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് കൂടി അറിയാം കേട്ടോ. അപ്പോൾ പിന്നെ എൻഡ് ഗെയിം റിവിഷൻ ബാച്ചും എവിടെ ഉണ്ടായിരിക്കും? ഇൻഫിനിറ്റിയിൽ. ഒരു റിവിഷൻ ബാച്ച്, ഒരു ലാസ്റ്റിൽ മൊത്തമായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു ബാച്ചും കൂടെ എവിടെ ഉണ്ടാവും? ഇൻഫിനിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ഓഫറൊക്കെ ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 5 പേർക്ക് 5 ലക്കി വിന്നേഴ്സിന് എന്തുണ്ട്? യെസ്, സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. സോ ഇപ്പം തന്നെ വിളിച്ചോളൂ, നമ്മുടെ കൂടെ ഇങ്ങ് പഠിക്കാൻ വന്നോളൂ കേട്ടോ. മാരത്തോണൊന്നും മിസ്സാക്കരുതേ, ക്ലാസ്സുകൾ ഉള്ളതാണ്. അപ്പോൾ ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.